اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. هو أنشأكم من الأرض واستعمركم فيها فاستغفروه. صدق الله العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم. فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. സ്നേഹബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല അപരാധങ്ങളും റഹ്മാനായ റബ്ബ് അവന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള നമ്മുടെ ജീവിതം പാപങ്ങളിൽ നിന്ന് മുക്തമായി അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിരിച്ചപ്പെട്ട നിലയിലുള്ള ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ നമുക്ക് താങ്ങായ തണലായ പലരും ഇന്ന് അള്ളാഹുവിന്റെ അടുക്കലാണ്. നമ്മുടെ ഈ മഖ്ബറയുടെ പരിസരങ്ങളിൽ മറമാടപ്പെട്ട് കിടക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, പാപമോചനം നൽകുമാറാകട്ടെ. അവന്റെ കാരുണ്യം അവരുടെ കബറിടങ്ങളിൽ ചൊരിയുമാറാകട്ടെ. സ്വർഗ ജീവിതം നൽകി അവരെയും നാളെ നമ്മെയും അല്ലാഹു തആല സന്തോഷിപ്പിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ലോകമാകെയും ആചരിക്കുന്ന, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദിനമാണ് ഇന്നേ ദിവസം. ഈ പരിസ്ഥിതിയും ഒരു മനുഷ്യനും എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പ്രത്യേകിച്ച് വലിയ പ്രസംഗങ്ങളോ നീണ്ട വർത്തമാനങ്ങളോ ഇല്ലാതെ തന്നെ ഓരോരുത്തർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമും പരിസ്ഥിതിയും പ്രകൃതിയും മനുഷ്യനും മുസ്ലിമും തമ്മിൽ എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഒന്ന് ലളിതമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനും നിങ്ങളും അടങ്ങുന്നതായ ആദം സന്തതികളെ മുഴുവനും ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് നിയോഗിക്കുകയാണ്. ഈ ഭൂമിയെ മനുഷ്യനിക്ക് വസിക്കുവാനുള്ള സകല സന്നാഹങ്ങളോടും കൂടി, സകല സജ്ജീകരണങ്ങളോടും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ തുറന്നു നൽകിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നു, ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ. ഈ ഭൂമിയിൽ ഒരു പ്രതിനിധിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യകുലത്തെ നിയോഗിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവിനെ നാം ആർക്കെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എങ്കിൽ ആ ഏൽപ്പിച്ചു കൊടുക്കുന്നയാളെ നമ്മുടെ പ്രതിനിധിയായിട്ടാണ് നാം നിയോഗിക്കുക. ആ പ്രതിനിധിയുടെ ഉത്തരവാദിത്തം എന്താണ്? ആ ഉടമസ്ഥൻ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത്, സൂക്ഷിപ്പ് സ്വത്തിനെ വളരെ നല്ല നിലയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ആരാണോ ഉടമസ്ഥൻ, ആ ഉടമസ്ഥനിലേക്ക് തിരിച്ച് ഏൽപ്പിക്കുക. ഒരു പോറല് പോലും ഏൽക്കാതെ, ഒരു മങ്ങല് പോലും ഏൽക്കാതെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതായ വലിയതായ ഉത്തരവാദിത്തമാണ് ഒരു പ്രതിനിധിക്ക്, ഒരു അമീനായ വിശ്വസ്തനായ ഒരുവനിക്കുണ്ടാകേണ്ടത് എന്ന് നമുക്കറിയാം.
അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക്, ഈ ഭൂമി ലോകത്തിലേക്ക്, ഈ പ്രകൃതിയിലേക്ക് നമ്മെ അയച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ്. അല്ലാഹു തആല പറയുകയാണ്, ഹുവ അൻശഅകും മിനൽ അർള്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഭൂമിയിൽ നിന്നും നിങ്ങളെ ഉണ്ടാക്കിയത്, ഭൂമിയിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വസ്തഅമറകും ഫീഹാ ഫസ്തഗ്ഫിറൂ, വസ്തഅമറകും ഫീഹാ, ആ ഭൂമിയെ നിങ്ങൾ നല്ലതുപോലെ പരിപാലിക്കുക, ആ ഭൂമിയെ നിങ്ങൾ നല്ലതുപോലെ മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിനിധിയായ മനുഷ്യനിൽ നിന്നും അല്ലാഹു തആല ഉദ്ദേശിക്കുന്നതായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഉദ്ദേശിക്കുന്നത് ഇവിടെ നാം ആരും അതിഥിയായി കടന്നു വന്നതല്ല, മറിച്ച് ഈ മലകളും ഈ മരങ്ങളും ഈ ആകാശഭൂമിയുമെല്ലാം അടങ്ങിയ ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് ഒരു വിശ്വസ്ത സ്വത്തായിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ച് ഏൽപ്പിച്ചതായ ആ അമാനത്ത് സ്വത്തിനെ നല്ല നിലയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി ജീവിച്ച് അതിനെ നല്ല നിലയ്ക്ക് നമ്മുടെ കാലശേഷവും ഭാവി തലമുറയ്ക്ക് വേണ്ടി കൈമാറുക എന്ന വലിയതായ ഉത്തരവാദിത്തമാണ് ഓരോ മനുഷ്യനിക്കും ഉള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇമാം റാസി തങ്ങൾ പറയുകയാണ്, വസ്തഅമറകും ഫീഹ എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് മഹാനവർകൾ പറഞ്ഞു നൽകുകയാണ്, വസ്തഅമറകും എന്ന് പറഞ്ഞാൽ ഫീഹി സലാസത്തു ഔജുഹിൻ, ആ വസ്തഅമറകും ഫീഹ എന്ന വാക്കിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 തരത്തിലുള്ളതായ അർത്ഥതലങ്ങളെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ജഅലകും ഉമറാഹ, ആ ഭൂമിയെ, ആ പ്രകൃതിയെ കൈകാര്യം ചെയ്യുവാനുള്ള അവകാശം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഭൂമിയെ നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാം, നമുക്ക് ഭൂമിയിൽ കൃഷി ചെയ്യാം, നമുക്ക് ഭൂമിയിൽ കെട്ടിടങ്ങൾ വെക്കാം, നമുക്ക് ഭൂമിയിൽ മറ്റ് എന്തെല്ലാം നല്ല നല്ല ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദനീയമാക്കി നൽകിയിരിക്കുകയാണ്. എന്നാൽ പ്രകൃതിക്ക്, പരിസ്ഥിതിക്ക് ദോഷം വരുന്നതായ നിലയിലുള്ളതായ പ്രവർത്തനങ്ങൾ, പ്രകൃതിക്ക് ദോഷം വരുന്നതായ തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ, ഭാവി തലമുറയ്ക്ക് അപകടമുണ്ടാകുന്ന രീതിയിലുള്ളതായ ഇടപെടലുകൾ, അത് മനുഷ്യ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. എന്തെല്ലാമാണ് അനാവശ്യമായ നമ്മുടെ പിൻതലമുറകൾക്ക് ഉപദ്രവകരമായ വസ്തുതകൾ? ഭൂമിയിൽ നമ്മൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കുക, ഭൂമിയിൽ അകാരണമായി മലകളും മണ്ണുകളുമെല്ലാം ഇടിച്ചു മാറ്റുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വൃക്ഷങ്ങളെല്ലാം വെട്ടിമുറിക്കുക എന്നുള്ളതെല്ലാം ഭൂമിയിൽ നാം നടത്തുന്നതായ അനാവശ്യമായ ഇടപെടലുകളാണ്. സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ, ആഗോള താപനവും മറ്റ് പാരിസ്ഥിതിക ദോഷങ്ങളുമെല്ലാം ഉണ്ടാകുന്നത് മനുഷ്യന്റെ കൈകടത്തലുകളിലൂടെയാണ്. അല്ലാഹു തആല പറയുകയാണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ആകാശത്തിലും ഭൂമിയിലും കുഴപ്പങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ട്? ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ കാരണമായി ആകാശഭൂമികളിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും. കേട്ടിട്ടില്ലേ ആഗോളതാപനം? കേട്ടിട്ടില്ലേ മഞ്ഞുമലകൾ ഉരുകി സമുദ്രങ്ങൾ കരയിലേക്ക് കയറുന്നു, ഭൂമി ചുരുങ്ങുന്നു, മറ്റുള്ള മുഴുവൻ വിഷയങ്ങളും ഉണ്ടാകുന്നത് ബിമാ കസബത് ഐദിന്നാസ്, ആദം സന്തതിയുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ പരിസ്ഥിതിയെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം കരുതലോടുകൂടിയും വളരെയധികം സൂക്ഷ്മതയോടുകൂടിയും ഉപയോഗിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മാത്രമല്ല, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നാം നമ്മുടെ ഭൂമിയിൽ ചിലവാക്കുന്ന ഓരോ സമയത്തിനും ഇബാദത്തിന്റെ പ്രതിഫലങ്ങളാണ് നൽകുന്നത്. നാം നമ്മുടെ കൃഷിയിടങ്ങളിൽ ചിലവഴിക്കുന്നതായ സമയങ്ങൾ, നാം ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുകയാണ് എങ്കിൽ അതെല്ലാം വെറുതെയാണ് എന്നാണോ നമ്മളുടെ വിചാരം? നാം ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ അതിന്റെ ഫലം നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കൊച്ചുമക്കൾക്കോ നമ്മളുടെ മക്കൾക്കോ നമ്മുടെ പിൻതലമുറകൾക്കോ അതിന്റെ ഫലം ആസ്വദിക്കുവാൻ കഴിയും. അത് മാത്രമാണോ? മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസാ വലാ യസ്റഉ സർആ. ഒരു മുഅ്മിനും ഒരു മുസ്ലിമും ഒരു മരവും നടുന്നില്ല, ഒരു കൃഷിയെയും അവൻ വിതയ്ക്കുന്നില്ല. ഇല്ലാ കാന ബിഹി സ്വദഖത്തുൻ. ആ ഫലം, ആ കൃഷി കൊണ്ട് അവനിക്കത് സ്വതക്കയായിട്ടല്ലാതെ ഒരു മരവും ഒരു കൃഷിയെയും മനുഷ്യൻ വിതയ്ക്കുന്നില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകുകയാണ്. ഒരാൾ ഒരു മരം നട്ടു, ആ മരത്തിൽ നിന്ന് പലതരത്തിലുള്ളതായ പക്ഷികളും മൃഗങ്ങളും മനുഷ്യനും മനുഷ്യേതര വസ്തുക്കളും മൃഗങ്ങളും എല്ലാം ആഹരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ തണലാസ്വദിക്കുന്നു, അല്ലെങ്കിൽ അത് വെച്ച് കൂടുകൂട്ടി താമസിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം ഉപയോഗങ്ങൾ ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു ജീവിക്ക് ഉണ്ടാകുന്നുവോ അവർ ആസ്വദിക്കുന്നതായ ഉപയോഗത്തിന്റെ എല്ലാം പ്രതിഫലം ആ നട്ട മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വതക്കയാക്കി രേഖപ്പെടുത്തുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അത്തരത്തിൽ നാം ആരും ഒരു മരം നടുന്നത്, ഒരു വൃക്ഷം നടുന്നത്, അല്ലെങ്കിൽ ഒരു വിത്ത് വിതയ്ക്കുന്നത് നമ്മളുടെ അന്നേരത്തേക്കുള്ളതായ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല. നാം മരിച്ചു പോയാലും നമ്മൾ ബാക്കിയാക്കിയതായ ഈ വൃക്ഷങ്ങളുടെ, ഈ ഫലങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നമുക്ക് ഖബറിലും നൽകിക്കൊണ്ടിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് പാഠമാണ്. മാത്രമല്ല, ഇനി നമ്മൾ നട്ടതായ ഒരു വൃക്ഷത്തിൽ നിന്നും ഒരു മനുഷ്യൻ മോഷ്ടിച്ചു കൊണ്ടുപോയി ഒരു ഫലത്തെ നമ്മുടെ അനുവാദമില്ലാതെ അവൻ കട്ടെടുത്തു കൊണ്ടുപോയാൽ പോലും അതും അവനിക്ക് സ്വതക്കയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ, ആധുനികമായ ലോകത്ത്, ആധുനികമായ ഈ കാലയളവിൽ ചില ഏരിയകൾ നമ്മുടെ ഗവൺമെന്റുകൾ എക്കോ സോണുകളായിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. എക്കോ റിസർവേഷൻ പോയിന്റുകളായിട്ട് പ്രഖ്യാപിച്ച് അവിടെ മരം മുറിക്കുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കൃഷിപ്പണികൾ നടത്തുക, അവിടുത്തെ മൃഗങ്ങളെ വേട്ടയാടുക എന്നുള്ളതായ കാര്യങ്ങളെല്ലാം തടയുന്നത് നമുക്ക് അറിവുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ളതായ എക്കോ റിസർവേഷൻ സമ്പ്രദായം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നടപ്പാക്കിയിട്ടുണ്ട്. മദീനയിൽ നിന്നും ആവശ്യമില്ലാതെ മൃഗങ്ങളെ വേട്ടയാടുവാനോ ആവശ്യമില്ലാതെ മരങ്ങളെ പിഴുതെറുക്കുവാനോ ഒന്നും ആർക്കും തന്നെ അനുവാദമില്ല. ഇങ്ങനെയുള്ളതായ ഇക്കോ റിസർവേഷൻ സമ്പ്രദായത്തിന്റെ പ്രാചീനകാല രൂപത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നടപ്പാക്കിയിരുന്നതായി നമുക്ക് കിതാബുകളിൽ കാണുവാൻ സാധിക്കും. പറഞ്ഞു വന്നത്, നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ളതായ ചെറിയതായ ഒരു ഇടപെടൽ മൂലം പ്രകൃതിക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നാം കണക്ക് പറയേണ്ടതായി വരും. നാം ഉപയോഗിച്ച് വലിച്ചെറിയുന്നതായ മാലിന്യങ്ങളുണ്ടല്ലോ, നാം നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായതും ആവശ്യമില്ലാത്തതുമായ പലതരം വസ്തുക്കൾ വാങ്ങിക്കൂട്ടും. അമിതമായ ഉപഭോഗ സംസ്കാരം, അമിതമായ ഉപഭോഗ സംസ്കാരത്തിലൂടെ നമുക്ക് വസ്ത്രങ്ങളാകട്ടെ, ഭക്ഷണങ്ങളാകട്ടെ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാകട്ടെ എല്ലാം നമ്മുടെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന ശീലം നമുക്കുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, നാം സൂക്ഷിക്കുക. നമ്മുടെ ജലാശയങ്ങളിലേക്ക്, നമ്മുടെ ഭൂമികളിലേക്ക് നാം അലക്ഷ്യമായി വലിച്ചെറിയുന്ന സ്വഭാവമുള്ളവരാണ് എങ്കിൽ ആ സ്വഭാവം നമ്മിൽ നിന്നും മാറ്റി നിർത്തേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പറയുകയാണ്, മനുഷ്യനിക്ക് വിസർജനം നടത്തുവാൻ പോലും അനുവാദമില്ലാത്തതായ ഇടങ്ങളാണ് കൃഷിഭൂമികൾ. മനുഷ്യ വിസർജനം ചെയ്യുന്നതിനെ തടഞ്ഞിരിക്കുന്നതായ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, കൃഷിസ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഒരു ഫലവൃക്ഷത്തിന്റെ ചുവട്ടിൽ കാറ്റടിക്കുന്നതായ ഇടങ്ങളിൽ, മനുഷ്യർ കൂടിയിരുന്ന് വർത്തമാനം പറയുന്നതായ ഇടങ്ങളിൽ മറ്റുള്ള മനുഷ്യർക്ക്, മറ്റുള്ള ജന്തുക്കൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒരുവൻ വിസർജനം നടത്തിയാൽ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധമെന്നുള്ളത് വെറും നിസ്സാരമല്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധമെന്നുള്ളത് ആധുനികമായ യുഗത്തിൽ, ആധുനികമായ ലോകത്തിൽ മിടുക്കന്മാരായ ആളുകൾ പറയുന്നത് മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും
ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്രകാരമാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടത് എന്നതിന്റെ ആവശ്യകതയെപ്പറ്റി വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മോട് ഉണർത്തിയതായ കാര്യമാണ്. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ നല്ല കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നിങ്ങൾ അതിനെ നശിപ്പിച്ചു കളയരുത്. ഒരു കൃഷിഭൂമി, ആ കൃഷിഭൂമിയെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം അതിനെ തരിശിട്ട് നശിപ്പിക്കുവാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കൃഷിഭൂമികളെ നിങ്ങൾക്ക് ഉപയോഗിക്കണം. ആർക്കെങ്കിലും കൃഷിഭൂമികൾ ഉണ്ടായാൽ കാന ലഹു മസാരിഅ, ആർക്കെങ്കിലും കൃഷിഭൂമികൾ ഉണ്ട് എങ്കിൽ അവൻ അതിനെ ഉപയോഗിക്കുക. ഇനി അവനിക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ കൃഷി ചെയ്യുന്ന തന്റെ സഹോദരന് വേണ്ടി വിട്ടുകൊടുക്കുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കൃഷിഭൂമികളെ തരിച്ചിടുക എന്നുള്ളത് നല്ലതായ കാര്യമല്ല. കൃഷി ചെയ്താൽ മാത്രമാണ് മനുഷ്യന്റെ ആഹാരത്തിനുള്ളതായ അവസ്ഥകൾ ഇവിടത്തിൽ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ളതായ ഭൂമികളെ നശിപ്പിക്കുക എന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. മാത്രമല്ല, മാലിന്യങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ ജലാശയങ്ങൾ, നമ്മുടെ പരിസരങ്ങൾ മലിനപ്പെടുത്തുക എന്നുള്ളതും വളരെയേറെ ഗൗരവമുള്ളതായ കാര്യമാണെന്ന് ഇസ്ലാമികമായ പാഠങ്ങളാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറും ഒരു മതപ്രബോധകൻ മാത്രമായിരുന്നില്ല. ഇതുപോലെയുള്ള മാനുഷികമായ മൂല്യങ്ങളെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു കൊടുത്ത ഒന്നാം നമ്പർ പരിസ്ഥിതി ഗവേഷകനും കൂടിയായിരുന്നു എന്ന് ഇത്തരത്തിലുള്ളതായ ഇസ്ലാമിക പാഠങ്ങളിലൂടെ റസൂലുള്ളാഹി തങ്ങളുടെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യുദ്ധത്തിനു വേണ്ടി സഹാബാക്കൾ പുറപ്പെടുന്നതായ സാഹചര്യങ്ങളുണ്ട്. ദീനുൽ ഇസ്ലാമിന്റെ വ്യാപനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിന്റെ ചെറുത്തുനിൽപ്പിന് വേണ്ടി ധാരാളം യുദ്ധസംഘങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളതായ യുദ്ധ സാഹചര്യങ്ങളിൽ പോലും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവദിച്ചിരുന്നില്ല. കൃഷിഭൂമികളെ നശിപ്പിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവദിച്ചിരുന്നില്ല. പ്രത്യേകം മുന്നറിയിപ്പുകൾ കൊടുക്കുന്നതായ സാഹചര്യങ്ങളിൽ വൃദ്ധരെ ഉപദ്രവിക്കരുത്, കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിക്കരുത്, നമുക്ക് കീഴടങ്ങിയവരെ ഉപദ്രവിക്കരുത് എന്നിങ്ങനെയുള്ളതായ മാനുഷികമായ മൂല്യങ്ങൾ പറഞ്ഞു വന്നതിന് ശേഷം ഫലവൃക്ഷങ്ങൾ ഉപദ്രവിക്കരുത്, ഫലവൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കരുത്, കൃഷിഭൂമികളെ നശിപ്പിക്കരുത് എന്നിങ്ങനെയുള്ളതായ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട, പ്രകൃതിയുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂക്ഷിക്കുവാൻ വേണ്ടി സ്വഹാബാക്കളോട് നിർദ്ദേശിച്ചിരുന്നു. സഹോദരങ്ങളെ, മാത്രമല്ല, നാം എല്ലായ്പ്പോഴും നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. ഇനി റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാൾ അടുത്തു. ഖിയാമത്ത് നാൾ ഇതാ ഒരു വെളിപ്പാടകലെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യുവാനുള്ള ഉദ്ദേശമുണ്ട് എങ്കിൽ ഇൻ ഖാമത്തിസ് സാഅതു വബിദാ അഹദികും ഫസീലാ, ഖിയാമത്ത് നാൾ ഇതാ സംഭവിക്കാൻ അടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ഈന്തപ്പനതിലെ തൈയുണ്ട് എങ്കിൽ, ഒരു പച്ചവൃക്ഷത്തിന്റെ തൈ നിങ്ങളടുക്കലുണ്ട് എങ്കിൽ അതിനെ നടുവാനുള്ളതായ സാവകാശം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അതിനെ നട്ടതിന് ശേഷം ആ ഖിയാമത്ത് നാളിലേക്ക് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമുക്കറിയാം, പരിസ്ഥിതി ദിനം ജൂൺ 5 ആകുമ്പോൾ നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്നും ഒരു തൈ കൊണ്ടുവരും. അത് നമ്മുടെ പറമ്പിലോ നമ്മുടെ പരിസര പ്രദേശങ്ങളിലോ കുഴിച്ചു വെക്കും. നാം ഒരു ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും, സ്റ്റാറ്റസ് ഇടും, പിന്നെ അത് ആ വഴിക്കങ്ങ് പോകും. തുടർന്ന് വീണ്ടും വരുന്ന വർഷങ്ങളിൽ ഇത് തന്നെ ആവർത്തിക്കും. എന്നാൽ സഹോദരങ്ങളെ, നാം നട്ട മരത്തെ പരിപാലിക്കുക എന്നുള്ളത്, മരം നടുന്നത് എത്രത്തോളം പ്രാധാന്യമാണോ അതിനേക്കാൾ പ്രാധാന്യമാണ് നാം നട്ടതായ ഒരു വൃക്ഷത്തൈയിനെ, ഒരു വിളവിനെ, അതിനെ പരിചരിക്കുക എന്നുള്ളത്. അതിന്റെ പുറകിൽ നാം ചിലവഴിക്കുന്നതായ ഓരോ സമയവും അള്ളാഹുവിന്റെ അടുക്കൽ ഇപ്രകാരം തന്നെ പ്രതിഫലമുള്ളതായ കാര്യമാണ്. കാരണം എന്തേ? നാളെ നമ്മൾ മരിച്ചാലും, ഇവിടത്തിൽ പറഞ്ഞതുപോലെ നാളെ നമ്മൾ മരണപ്പെട്ടു പോയാലും ഈ വൃക്ഷം നിലനിൽക്കുകയാണ് എങ്കിൽ ആ വൃക്ഷത്തിൽ നിന്ന് ഏതെല്ലാം മനുഷ്യർ, ഏതെല്ലാം പക്ഷിമൃഗാദികൾ,
ഏതെല്ലാം അള്ളാഹുവിന്റെ പടപ്പുകൾ ഉപകാരമെടുക്കുന്നുവോ അതിന്റെ എല്ലാം പ്രതിഫലത്തിന്റെ ഒരു ഓഹരി നാളെ നമ്മുടെ ഖബറിലേക്കും എത്തുമെന്നുള്ളത് വളരെയധികം ഉറപ്പായിട്ടുള്ളതായ കാര്യമാണ്. ഒരു ജാരിയായ സദഖയാണ്. നാം മരിച്ചതിന് ശേഷം നാം നട്ടതായ ഒരു മരത്തിന്റെ പഴം ഒരുവൻ ആഹാരം ചെയ്യുകയാണ് എങ്കിൽ, ആഹരിക്കുകയാണ് എങ്കിൽ, ആ ആഹാരം ദാനം ചെയ്തതിന്റെ പ്രതിഫലം നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്കും എത്തിക്കുന്നതാണ്. ആയതുകൊണ്ട് വൃക്ഷങ്ങൾ നടുക, നമ്മുടെ പരിസ്ഥിതിയെ നല്ലപോലെ സംരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും നമുക്ക് പ്രതിഫലാർഹമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കുവാനും നല്ലതുപോലെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ, നാം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതായ ചില വസ്തുതകളുണ്ട്. മാലിന്യങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ വലിച്ചെറിയുവാൻ പാടില്ല. നമുക്കറിയാം, ഒഴിഞ്ഞതായ പറമ്പുകളിലേക്ക് നാം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരാണ് എങ്കിൽ, വനപ്രദേശങ്ങളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരാണ് എങ്കിൽ, പ്ലാസ്റ്റിക്കുകളും മറ്റു മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉപദ്രവകരമാകുന്ന വസ്തുക്കളെ വലിച്ചെറിയുന്നതായ ദുശീലം നമുക്കാർക്കെങ്കിലും ഉണ്ട് എങ്കിൽ നാം അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യർക്ക്, മനുഷ്യേതര വസ്തുക്കൾക്ക്, മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ളതായ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും കുറ്റം ലഭിക്കുവാനും അത് കാരണമാണ്. മനുഷ്യർക്ക് അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നത് പോലെ തന്നെ മനുഷ്യർക്കും മറ്റുള്ളതായ മൃഗങ്ങൾക്കും നാം കാരണമായി ഉപദ്രവമുണ്ടാകുമ്പോൾ അതിന്റെ ദോഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. ആയതുകൊണ്ട് അത്തരത്തിലുള്ളതായ ദുശീലങ്ങൾ നമുക്ക് ഉണ്ട് എങ്കിൽ, നമ്മുടെ വേണ്ടപ്പെട്ടവർക്കുണ്ട് എങ്കിൽ നാം അതിനെ ഉപേക്ഷിക്കണം. മാത്രമല്ല, ഏറ്റവും കൂടുതലായി മാലിന്യ സംസ്കരണത്തിൽ നാം പഠിക്കേണ്ടതായ പാഠം, നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം നാം വാങ്ങുക. അമിതമായ ഉപഭോഗ സംസ്കാരം നമുക്ക് ആവശ്യമില്ല. ഒരു മൊബൈൽ ഫോൺ എല്ലാവർക്കും ആവശ്യമാണ്. ഒന്നല്ല രണ്ടാണെങ്കിലും ആവശ്യമാണ്. രണ്ടുമല്ല, മൂന്നുമല്ല, നാലുമല്ല, അഞ്ചുമല്ല. എന്തിനാണ് അത്രയും മൊബൈൽ ഫോൺ? അല്ലെങ്കിൽ എന്തിനാണ് എത്രയധികം കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ? അങ്ങനെ നമുക്ക് ആവശ്യമല്ലാത്ത ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാകട്ടെ, ഒരു വസ്ത്രം, രണ്ട് വസ്ത്രം, മൂന്ന് വസ്ത്രം, നമുക്ക് ആവശ്യമുള്ളതായ വസ്ത്രത്തിലുപരി വീണ്ടും വീണ്ടും എന്തിനാണ് നാം വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്? അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ വയറ് നിറയ്ക്കുവാനുള്ള ആഹാരം നമുക്ക് അത്യാവശ്യമാണ്. എന്തിനാണ് വളരെ കൂടുതലായി ആഹാരവും വസ്ത്രവും മറ്റ് ഉപകരണങ്ങളും മേടിച്ചുകൊണ്ട് അതിനെ നാം ഉപയോഗിക്കുകയില്ല? അത് ഉപയോഗിക്കാതെ ഇരുന്ന് മാലിന്യമാകുമ്പോൾ നാം വലിച്ചെറിയും. അതാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മാലിന്യങ്ങൾ നാം വലിച്ചെറിയുന്ന സംസ്കാരം ഒഴിവാക്കാൻ വേണ്ടി നാം ആദ്യമായി ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം വാങ്ങുവാൻ, നമുക്ക് ആവശ്യം എന്താണോ അങ്ങനെയുള്ളതായ ആവശ്യങ്ങൾ മാത്രം വാങ്ങുവാനുള്ള ശീലം നമുക്ക് ആദ്യമായി ഉണ്ടാകേണ്ടതുണ്ട്. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്, നാം അമിതമായി വ്യയം ചെയ്യുവാൻ പാടില്ല. അമിതമായി ദുർവ്യയം ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹു wudu എടുക്കുന്നതായ സന്ദർഭത്തിൽ, ഒരു നദിയിൽ നിന്നും wudu എടുക്കുന്നതായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ സഅദേ, നീ wudu എടുക്കുന്നതിൽ എന്തിനാണ് ഇത്രയും ദുർവ്യയം കാണിക്കുന്നത്? അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, വുളുയിലും ദുർവ്യയമുണ്ടോ? വുളുവിലും അമിതമായി പ്രവർത്തിക്കലുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അതേ സഅദേ, വുളുവിലും ദുർവ്യയമുണ്ട്. ഒരു ഒഴുകുന്ന നദിയിലൂടെയാണ് നീ wudu എടുക്കുന്നതെങ്കിലും നിനക്ക് ആവശ്യമുള്ള അത്രയും മാത്രം വെള്ളം ഉപയോഗിക്കുക. നമുക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം എടുത്ത് ഉപയോഗിക്കുക. എവിടെ നിന്നാ wudu എടുക്കുന്നത്? വലിയ ഒരു ജലാശയം, വലിയ ഒരു നദിയിൽ നിന്ന് നാം കുറച്ചധികം വെള്ളമെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ നദിയിൽ ഒരിക്കലും ഒരു കുറവ് സംഭവിക്കുകയില്ല. മറിച്ച് റസൂലുള്ളാഹി തങ്ങൾ അതിനെ പോലും തടഞ്ഞുകൊണ്ട് പറയുകയാണ്, നിനക്ക് ആവശ്യമുള്ളത് എത്രയാണോ അതിനെ മാത്രം നീ ഉപയോഗിക്കുക. സഹോദരങ്ങളെ, പള്ളിയുടെ വിഷയം എടുക്കുകയാണ് എങ്കിൽ 3 പ്രാവശ്യം നമ്മളുടെ അവയവങ്ങളെ കഴുകൽ നമുക്ക് സുന്നത്താണ്. വുളുവിന് 1 പ്രാവശ്യം അവയവം കഴുകൽ ഫർളാണ്. 2ാമത്തെ പ്രാവശ്യം ചെയ്യലും 3ാമത്തെ പ്രാവശ്യം ചെയ്യലുമെല്ലാം അത് സുന്നത്താണ്. ഇനി ആരെങ്കിലും 4ാമത്തെ പ്രാവശ്യം പള്ളിയുടെ വെള്ളത്തിൽ നിന്ന് wudu ചെയ്യുകയാണ് എങ്കിൽ അത് അവന് ഹറാമാണ്.
ഒരു പ്രാവശ്യം കൈ കഴുകി, 2 പ്രാവശ്യം, 3 പ്രാവശ്യം കൈ കഴുകിയിട്ട് 4ാമത് ഒരുവൻ പള്ളിയുടെ വെള്ളത്തിൽ നിന്ന് ഒളു ചെയ്യുകയാണ് എങ്കിൽ അവന് അത് ഹറാമാണ്. കാരണം എന്തേ? പള്ളിയുടെ വെള്ളത്തിന് എന്താ ഇത്ര പ്രത്യേകതയുണ്ട്. പള്ളിയുടെ വെള്ളം എന്നത് അള്ളാഹുവിന്റെ സമ്പത്താണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊതുജനത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടി മനുഷ്യർ വഖഫ് ചെയ്തതായ അള്ളാഹുവിന്റെ സ്വത്താണ് പള്ളിയുടേതായ വെള്ളം. ആ വെള്ളത്തെ 4ാമത് ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് ഒരു ഇബാദത്താണെങ്കിൽ പോലും അവിടെയും ഹറാമുണ്ട് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ